വളരെ രസകരമായ സംസാരം കേട്ട് അത് മുഴുകിയിരിക്കുകയായിരുന്നു. അതിങ്ങനെ പെട്ടെന്ന് തീർത്തിട്ട് അദ്ദേഹം പോകുന്നതിൽ വിഷമമുണ്ട്. മാത്രമല്ല അതുപോലെ രസകരമായിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വീക്കെൻഡിനെ കുറിച്ച് പറയുമ്പോൾ എന്തും നമുക്ക് ചിരിക്കാനുള്ള ചിന്തിക്കാനുള്ള സംഗതികളാണ്. പക്ഷേ ഞാൻ സ്മരിക്കാൻ പോകുന്ന ആള് വൈക്കം മുഹമ്മദ് ബഷീർ. ചിരിയും കരച്ചിലും ഒന്നിച്ചു കൊണ്ടു നടന്നിരുന്ന ആളാണ്. ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തെ നേരിട്ട് കണ്ട അനുഭവം എനിക്കില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു. EMS ആണ് മുഖ്യമന്ത്രി, പ്രൊഫസർ മുണ്ടശ്ശേരി മാസ്റ്ററാണ് വിദ്യാഭ്യാസ മന്ത്രി. അന്ന് ബഷീറിൻ്റെ ഇന്ദുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്നുള്ള നോവൽ പാഠപുസ്തകമായി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബഷീറിൻ്റെ പുസ്തകം കാണുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും. അതിനെത്രയോ മുമ്പ് തന്നെ, ഇത് 1951 ഈ നോവൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ 42-ലും 44-ലും 46-ലും 47-ലും ഒക്കെ അദ്ദേഹത്തിൻ്റെ അനേകം ബാല്യകാലസഖി, പ്രേമലേഖനം പോലെയുള്ള നോവലുകൾ, പിന്നെ അനേകം ചെറുകഥകൾ ഇതൊക്കെ വന്നു കഴിഞ്ഞു. അതൊന്നും സത്യത്തിൽ അന്നൊന്നും കണ്ടില്ല, അല്ലെങ്കിൽ വായിച്ചിരുന്നില്ല. ഈ പുസ്തകം പാഠപുസ്തകമാക്കിയപ്പോൾ നിയമസഭയിൽ വലിയ ബഹളമായി. ഇതിൽ അശ്ലീലമുണ്ട്, അശ്ലീല പദങ്ങളുണ്ട്, ഇത് യുവതലമുറയെ വഴിതെറ്റിക്കും, അതുകൊണ്ട് ഈ പുസ്തകം പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടായി. പ്രതിപക്ഷം ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. പക്ഷെ പുസ്തകം പിൻവലിച്ചില്ല. ഞങ്ങളൊക്കെ അത് പഠിച്ചു. എനിക്ക് മുമ്പുള്ളവരും പഠിച്ചു, വായിച്ചു. എനിക്ക് പുറകെ വന്ന തലമുറയും അത് വായിച്ചു, പഠിച്ചു, ഇന്നും വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം ബഷീർ എത്രയോ നോവലുകളും എത്രയോ കഥകളും എഴുതി. എൻ്റെ ചെറുപ്പം മുതൽക്കേ കേൾക്കുന്ന ഒരു പേരാണ് ബഷീറിൻ്റേത്. ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ ഒരു 6-7 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ അന്ന് സെൻറ് തോമസ് ഹൈസ്കൂളിൽ, പിന്നെ തൃശ്ശൂർ സെൻറ് തോമസ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു, മലയാള അധ്യാപകനായിരുന്നു. അപ്പോൾ അച്ഛന് കുറച്ച് സാഹിത്യവും കുറച്ച് പാർട്ടി പ്രവർത്തനവും പിന്നെ ഈ പാർട്ടി സഖാക്കളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കലും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കൂടെ പല ആളുകളും സഹപ്രവർത്തകർ വീട്ടിൽ വരാറുണ്ട്, പിന്നെ സാഹിത്യകാരന്മാർ വരാറുണ്ട്, അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട്. ഇന്നുള്ള ഇതുപോലെ ഈ മാധ്യമങ്ങളുടെ ആധിക്യം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വരുന്നവരെ കുറിച്ചുള്ള നമ്മുടെ അറിവില്ലാത്തത് കൊണ്ടോ ഇപ്പോൾ ഏതൊരു കൊച്ചുകുട്ടിക്കും ഏതൊരാളിനെയും പരിചയമാണ്. ടെലിവിഷനിൽ കണ്ടോ, യൂട്യൂബിൽ കണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടോ. അന്ന് അതിനുള്ള ഒരു സാധ്യതയൊന്നുമുള്ളൊരു കാലമല്ലായിരുന്നത്. ഇങ്ങനെ പലരും വരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പല സാഹിത്യകാരന്മാർ വന്നിട്ടുണ്ടെന്ന് അമ്മ പിന്നീട് പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബഷീറുണ്ട് ആ കൂട്ടത്തിൽ, കോവിലനുണ്ട്, പിന്നെ ചങ്ങമ്പഴ കൃഷ്ണപിള്ളയുണ്ട്, അങ്ങനെ പലരും. ഇവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് യാതൊരു ഓർമ്മയില്ല കണ്ടതായിട്ട്. ഇപ്പം അത് ഓർക്കുമ്പോൾ കുറച്ചുകൂടെ ഓർമ്മശക്തിയും ഒക്കെ എനിക്ക് അന്ന് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പിന്നീട് കാണാനേ പറ്റിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ കൂടെയും ചെറുകഥകളിൽ കൂടെയൊക്കെയാണ് പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും. അപ്പോൾ അമ്മ ഇങ്ങനെ പറയാറുണ്ട്, അദ്ദേഹം നമ്മുടെ വീടിൻ്റെ മുകളിൽ, ബഷീർ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇരുന്ന് കഥകൾ എഴുതിയിട്ടുണ്ട്, പിന്നെ സാഹിത്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതൊന്നും കൃത്യമായി എൻ്റെ ശ്രദ്ധപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇവരൊക്കെ ഇത്ര വലിയ ആളുകളാണെന്നൊന്നും മനസ്സിലാക്കിയില്ല. ഞാൻ മുമ്പൊരിക്കൽ ഇതേ ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്, വള്ളത്തോളിനെ കാണാൻ അച്ഛനോടൊപ്പം പോയത്. അന്നും വള്ളത്തോളിൻ്റെ മഹാത്മ്യം, വള്ളത്തോൾ ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല കണ്ടത്. കണ്ടു, അദ്ദേഹം ഊണ് വിളമ്പി തന്നു, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് മഹാകവിയായിരുന്നു, മഹാകവി വള്ളത്തോളായിരുന്നു. അപ്പോൾ ഒരിക്കൽ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീനിവാസൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, നടൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ജീവിതം ഇത്ര സംഭവം പിന്നീട് ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ജീവിതം കുറച്ചുകൂടെ സംഭവ ബഹുലമാക്കാമായിരുന്നു എന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളത് പോലെ പിൽക്കാലത്ത് ഇവരെക്കുറിച്ചൊക്കെ പറയേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ ഇത്ര വലിയ ആളുകളാണെന്ന് പിന്നെ അറിയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അന്ന് ഞാൻ കണ്ടിരുന്നുവെന്ന് പറയാനുള്ള ഒരവസരമൊന്നും ഉണ്ടായില്ല. അതിൽ വലിയ ദുഃഖമുണ്ട് എനിക്ക് സത്യത്തിൽ.
അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം വൈക്കത്ത് തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു. അച്ഛന് പിന്നെ കച്ചവടമോ അങ്ങനെയുള്ള എന്തോ കാര്യമായിരുന്നു. സഹോദരങ്ങളുണ്ട്. ഇദ്ദേഹം മൂത്തയാളായിരുന്നു. അപ്പോൾ പിന്നെ തലയോലപ്പറമ്പിലെ മലയാള സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും പിന്നെ വൈക്കത്ത് ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചു. അവിടുന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഗാന്ധിജി വരുന്നു എന്ന് കേട്ടുകൊണ്ട് ഇദ്ദേഹം പോവുകയും ഹെഡ് മാസ്റ്റർ വഴക്ക് പറയുകയും ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ഇനി ഈ ക്ലാസ്സിൽ കയറണ്ടെന്ന് പറയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം വീട്ടിൽ, അപ്പോൾ ഗാന്ധിജി വന്നപ്പോൾ ബോട്ടിലിങ്ങനെ വന്ന് ഇറങ്ങി, അത് കഴിഞ്ഞ് കാറിലിങ്ങനെ പോയ സമയത്ത് വലിയ തിരക്കാണ്. ആ തിരക്കിനിടയിൽ ചെന്ന് അദ്ദേഹത്തിന് ഗാന്ധിജി ഒന്ന് തൊട്ടിട്ട് വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ ഗാന്ധിജിയെ തൊട്ടു. അദ്ദേഹം അമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചെറുകഥയിൽ ഇത് എഴുതിയിട്ടുമുണ്ട്. ഗാന്ധിജിയെ തൊട്ടപ്പോൾ ഒരു വലിയ ആവേശമായി. എന്തായാലും ആ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇദ്ദേഹം ഒളിച്ചോടുക. എറണാകുളം വരെ നടന്നിട്ട് അവിടുന്ന് കള്ളവണ്ടി കയറി കോഴിക്കോട്ടെത്തി. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിലായി. പോലീസിൻ്റെ അടിയിടിയൊക്കെ കൊണ്ടു. അവിടുന്ന് ശിക്ഷയൊക്കെ കഴിഞ്ഞ്, പക്ഷെ അവിടെ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തോട് ഒരു യോജിപ്പില്ല. അത് പോരാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭഗത് സിംഗിനോടായി ആരാധന. അപ്പോൾ ഭഗത് സിംഗിൻ്റെ ഒരു സായുധ സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടു. അതിൻ്റെ ഒരു മുഖപത്രം ഉണ്ടായി. അതിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപക്ഷെ പോലീസ് പിടിച്ചേക്കും, വീണ്ടും അറസ്റ്റ് ഉണ്ടായേക്കും എന്ന ഒരു ഒട്ടപ്പുള്ളിയായി പോലീസിൻ്റെ. നടക്കുന്നിടത്തൊക്കെ പുറകെ പോലീസ് CID ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പോയി കുറേ കാലം പിന്നെ അങ്ങ് അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നാണ് പറയുന്നത്. വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് പല ജോലികൾ ചെയ്ത് പല വേഷങ്ങളിൽ പല സ്ഥലങ്ങളിൽ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും ഒക്കെ നടന്ന് എന്തായാലും കുറേ കാലം കഴിഞ്ഞ് അദ്ദേഹം പിന്നെ തിരിച്ചു വന്നു. തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവും തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സമരമൊക്കെയാണ്. അപ്പോൾ അതിൽ പങ്കെടുത്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയേ അടങ്ങൂ എന്നൊരു ആവേശം മനസ്സിലുള്ളത് കൊണ്ട് അന്നത്തെ ആ തലമുറയ്ക്കെല്ലാം ആ ഒരു ആവേശം ഉണ്ടായിരുന്നു. അദ്ദേഹവും സമരത്തിലൊക്കെ പങ്കെടുത്തു. കഠിനമായ മർദ്ദനം അന്ന് മതിലുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ, അതിനെക്കുറിച്ച് വളരെ ഹൃദയസ്പൃക്കായ വിധത്തിൽ ആ ലോക്കപ്പിലെ അനുഭവവും തടവുള്ളികൾക്ക് ഏൽക്കേണ്ടി വരുന്ന മർദ്ദനവും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ടൈഗർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. ആ കഥയിൽ ടൈഗർ ഒരു നായയാണ്. അവിടുത്തെ പോലീസ് സൂപ്രണ്ടിൻ്റെ ഓമനയായിട്ടുള്ള നായയാണ്. ആ നായയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും സാധാരണ മനുഷ്യൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് നായയ്ക്ക് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ നായ കഴിച്ചതിന് ശേഷമുള്ളതാണ് തടവുള്ളികൾക്ക് കിട്ടുന്നത്. ഒരിക്കൽ ഇവരുടെ സുഹൃത്തുക്കളാരോ കുറേ കാലമായിട്ട് ഇങ്ങനെ ജയിലിലൊക്കെ താമസിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കഥകളൊക്കെ എഴുതും. സഹ തടവുകാർക്ക് വേണ്ടിയിട്ടാണ് പ്രേമലേഖനം എന്ന് പറയുന്ന നോവൽ അദ്ദേഹം എഴുതിയത് 1942. അപ്പോൾ അതുകൊണ്ട് ചില പോലീസുകാർക്കൊക്കെ അദ്ദേഹത്തോട് ഇഷ്ടമുണ്ട്, പിന്നെ തടവുകാർക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെ ഏതോ ഒരു സുഹൃത്ത് നല്ല ഭക്ഷണം എന്തോ കൊണ്ടുവന്നു അവിടെ. പക്ഷെ അത് കഴിക്കാൻ പറ്റിയില്ല. അത് വിളമ്പുമ്പോഴത്തേക്കും പോലീസുകാരുടെ കൊടുവോ എന്തോ ബഹളമൊക്കെ ഉണ്ടായി. എന്തായാലും ഈ നായക്കാണ് അത് കിട്ടിയത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ഇരുമ്പഴികൾക്കുള്ളിൽ കൂടി ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ നായ ഇത് കഴിക്കുന്നത്. അതിൽ വലിയ അമർഷം തോന്നിയിട്ട് ഈ നായ അങ്ങോട്ടിങ്ങോട്ട് വന്നപ്പോഴേക്ക് അത് തിന്ന ചെറിയൊക്കെ നക്കി തുടച്ച് വളരെ സന്തോഷമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ 2 തടവുപുള്ളികൾ അതിൻ്റെ കാലിങ്ങോട്ട് അകത്തേക്ക് പിടിച്ചു വെച്ച് ഞെരിക്കുമെന്നോ ചെയ്തു. നായ വല്ലാതെ കിടന്ന് മോങ്ങി. അപ്പോഴേക്കും ഈ ജയിൽ സൂപ്രണ്ട് വരികയും അവിടെ ബഹളം ഉണ്ടാകുകയും ആരാണ് നായയെ ദ്രോഹിച്ചതെന്ന് പറഞ്ഞ് കഠിനമായിട്ട് അവരെ അടിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്ത് അവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകാമെന്ന് പറഞ്ഞു. ആ ചോര ഈ ടൈഗർ എന്ന് പറയുന്ന നായ നക്കി കുടിക്കുക. അപ്പം ബഷീർ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവിടെ കിട്ടുന്ന സുഖകരമായ ഭക്ഷണവും ഈ തടവുകാരുടെ കാലിൽ നിന്ന് ഒഴുകുന്ന ചോരയും കുടിച്ച് ആ നായയെ അങ്ങനെ തടിച്ചു കൊടുത്തു എന്നാ പറയുന്നത്.
പക്ഷെ ഇങ്ങനെ ഈ തടവുകളികൾ കേൾക്കുന്ന ഈ ഭീകരമായ മർദ്ദനത്തെക്കുറിച്ച് പറയുമ്പോഴും ആ ലോകപ്പിനെ കുറിച്ചൊക്കെ പറയുന്ന വായിച്ചാൽ നമുക്ക് അറപ്പോ വെറുപ്പോ വലിയ വിഷമം തോന്നുന്നില്ല. ആദ്യമായിട്ട് ഇദ്ദേഹം തടവുകാരനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കിടക്കാനുള്ള ജംക്കാളവും കഴിക്കാനുള്ള പാത്രവും ഗ്ലാസും ഒക്കെ ആയിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ ആ മുറിയുടെ ഒരു മൂലയ്ക്ക് ഒരു കുടം നിറച്ച് മൂത്രം ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിൻ്റെ രൂക്ഷമായ ഗന്ധമാണ് ആ മുറിക്കുള്ളിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അവിടെയാണ് ഇവർ കിടക്കേണ്ടത്. അതുപോലെ പോലീസുകാർക്ക് തോന്നുമ്പോൾ വരിക, അടിക്കുക, അവരെ ഉപദ്രവിക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഈ പോലീസുകാരോട് അദ്ദേഹത്തിന് വലിയ പറയുന്നുണ്ട്, അവരുടെ തുച്ഛമായ ശമ്പളത്തെക്കുറിച്ചൊക്കെ വിഷമിക്കുന്നുണ്ട്. വളരെ സങ്കടമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അവർക്ക് ജീവിക്കാൻ മതിയായ ഒരു തടവുകാരന് ഒരു നേരം കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ വിലയുടെ 30 ഇരട്ടി മാത്രമേ അന്ന് പോലീസുകാരുടെ ശമ്പളമായിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ജീവിതം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്. പക്ഷേ അവരുടെ ജോലിയാണ് ഈ വരുന്ന തടവുകളികളെ അടിക്കുക, ഇടിക്കുക, തൊഴിക്കുക എന്നുള്ളതൊക്കെ അവരുടെ ജോലിയാണ്. അങ്ങനെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ടതിൻ്റെയും അല്ലെങ്കിൽ ഈ ലോകസഞ്ചാരങ്ങൾ നടത്തിയതിൻ്റെയും ഒരുപാട് ദാരിദ്ര്യങ്ങൾ അനുഭവിച്ചതിൻ്റെയും ഒക്കെ ഫലമായിട്ട് അദ്ദേഹം ഒരുപാട് അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചു. മനുഷ്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. അതായത് ഒരു മനുഷ്യരിലും എല്ലാ മനുഷ്യരിലും നന്മയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പല കഥകളും അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ചെറുകഥയിൽ അത് സ്വന്തം അനുഭവം തന്നെയാണ്. ഞാൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരു ഉത്തരേന്ത്യയിലെ ഒരു ഹോട്ടലിൽ അദ്ദേഹം കയറി, പോക്കറ്റിൽ പേഴ്സിൽ കാശുണ്ട്. ആ ഒരു ധൈര്യത്തിൽ കയറി നല്ലവണ്ണം വയറ് നിറച്ച് ഭക്ഷണം കഴിഞ്ഞ് നോക്കുമ്പോൾ പേഴ്സില്ല. അപ്പോൾ ആ ഹോട്ടലുടമ വളരെ ക്രൂരമായിട്ട് ഇവരോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്ത് അങ്ങനെ നാണം കെടുത്ത് നിർത്തി. അപ്പോൾ ഒരു മനുഷ്യൻ ദേവദൂതനെ പോലെ വന്നിട്ട് ഈ ബില്ലടച്ചു കഴിഞ്ഞിട്ട് അടച്ചു. അപ്പോൾ ബഷീർ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു, നിങ്ങൾ എന്തായാലും എന്നെ രക്ഷിച്ചു, എനിക്ക് സന്തോഷമായി. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, പിന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേഴ്സ് ഞാനാണ് എടുത്തത്, ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സ് എന്ന് നോക്കിയെടുക്കാൻ പറഞ്ഞു. പോക്കറ്റിൽ നിന്ന് കുറേയേറെ പേഴ്സുകൾ ഇങ്ങനെ എടുത്തു കൊടുത്തു. അപ്പോൾ അയാളൊരു മോഷ്ടാവാണെങ്കിൽ പോലും അയാളിൽ ഒരു മനുഷ്യനുണ്ട്. അപ്പോൾ ഏത് മനുഷ്യനും നന്മയുണ്ട് എന്ന് സ്ഥാപിക്കുക ഉള്ളൊരു ശ്രമമാണ് ആ കഥയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഏത് മനുഷ്യരിലും നന്മയുണ്ട്. അതുപോലെ വലിയ വിശ്വാസിയായിരുന്നു, വലിയ ദൈവവിശ്വാസിയായിരുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഈ ലോകം മുഴുവനുള്ളത്. അത് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നൊരു കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പാമ്പ്, പഴുതാര, അങ്ങനെയുള്ള ക്ഷുദ്രജീവികൾ, പിന്നെ ഈ ഹിംസ്ര ജന്തുക്കൾ. പിന്നെ അദ്ദേഹം ബേപ്പൂർ താമസിക്കുമ്പോൾ, അവസാന കാലങ്ങളിൽ ബേപ്പൂരിൽ താമസിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ ഗേറ്റിൻ്റെ അവിടെ വന്ന് കുറുക്കന്മാരിങ്ങനെ ഓലിയിടും പോലും. അപ്പോൾ അവരെ വിളിക്കും. അപ്പോൾ അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. ഭാര്യ അതിലെല്ലാം അടച്ചിടാൻ പറയും. ഇതൊക്കെ ഇഴജന്തുക്കളൊക്കെ വീട്ടിൽ കയറി വരും നമ്മളെ ഉപദ്രവിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും, അവർക്കൊക്കെ അവകാശമുള്ളതാണ് ഈ ഭൂമിക്ക്, അതുകൊണ്ട് അടയ്ക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ അവകാശികളാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. പിന്നെ അതുപോലെ അങ്ങേയറ്റത്തെ ദൈവവിശ്വാസിയായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, മുസ്ലിം സമുദായത്തിനെ കുറിച്ച് ഇത്രത്തോളം തുറന്നെഴുതിയിട്ടുള്ള വേറൊരു എഴുത്തുകാരനുണ്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പിന്നെ ആവശ്യമില്ലാത്ത ചില ജീവിത രീതികളും ഒക്കെ ഉള്ള സമുദായമാണത്. അതായത് ഹിന്ദുക്കൾ അവരെ സംബന്ധിച്ച് കാഫര്യങ്ങളാണ്. ഹിന്ദുവിനെ കാണുന്നതും സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ പിന്നെ അള്ളാഹുവിന് വിരോധമുള്ളതാണ്. മുസ്ലിങ്ങളായ നമ്മൾ പിന്നെ അവരെ കാഫിറിനെ വിളിക്കാവൂ. അപ്പം ബഷീർ തന്നെ പറയുന്നുണ്ട്, കാഫര്യങ്ങളായ ഹിന്ദുക്കൾ ചെയ്യുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നതിനെതിരായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് കാഫര്യങ്ങൾ വാ കൊണ്ട് കഴിക്കുമ്പോൾ മുസ്ലിങ്ങളായ നമ്മൾ എങ്ങനെ വേണം എന്ന് പറഞ്ഞ് തമാശക്കായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഇന്ദുപ്പാപ്പക്ക് ഒരു ആന ഉണ്ടായിരുന്ന നോവലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹം പിന്നെ ആ നോവല് വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന, നമ്മളൊക്കെ പറയാൻ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആവാം ഒരുപക്ഷെ ഈ നോവല് പാഠപുസ്തകമാക്കിയപ്പോൾ എതിർപ്പിന് കാരണമായത് അതുകൊണ്ടൊക്കെ ആവാം. അതിൽ എല്ലാവരും വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കും, എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. അതിൽ
കുഞ്ഞതാച്ചുമ്മ എന്ന് പറയുന്ന ആനമക്കാരിൻ്റെ പുന്നാര മോളാണ് ഞാൻ. ആനമക്കാരനൊരു ആന ഉണ്ടായിരുന്നു. ആനയൊന്നും ഇല്ലിപ്പോൾ, വെറും ഒരു കേട്ടുകേൾക്ക് പോലെ എപ്പോഴും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മകളായ കുഞ്ഞുപാത്തുമ്മയോടും പറയും, നിൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് വേണം നീ ജീവിക്കാൻ. പിന്നെ വളരെ സമ്പന്നമായ കുടുംബത്തിലാണ് ഇവർ കഴിയുന്നത്. വലിയ കൊട്ടാരം പോലത്തെ വീടാണ്. ഒരുപാട് വേലക്കാരുണ്ട്. കുഞ്ഞുപാത്തുമ്മയാണെങ്കിൽ പിന്നെ ദേഹം മുഴുവൻ ആഭരണങ്ങൾ അണിഞ്ഞ് പട്ട് മുണ്ടുടുത്ത് കസവ് തട്ടം തലയിലിട്ട് കയ്യിലും കാതിലും കാലിലും ഒക്കെ ആഭരണങ്ങൾ. അവർക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നടക്കുമ്പോൾ കുലവും ശബ്ദം കേൾക്കും. അപ്പം അങ്ങനെ ബഷീർ അവളെക്കുറിച്ച് പറയുന്നത്, അവൾ വിശക്കാതെയാണ് ഉണ്ണുന്നത്, ഉറക്കാൻ വരാതാണ് കിടക്കുന്നത്. അവൾക്ക് പുറത്തു പോകാൻ പാടില്ല, കാരണം അവർ മുസ്ലിം പെൺകുട്ടിയാണ്. പുറത്തുള്ളവരൊക്കെ അവളെ കാണും. നിലാവുള്ള രാത്രികളിലൊക്കെ അവൾ നടുമുറ്റത്ത് ഇറങ്ങി ഇങ്ങനെ നിൽക്കും. അപ്പം പറയും അവിടെ നിൽക്കാൻ പാടില്ല, ആകാശത്തൂടെ പറന്നു പോകുന്ന ജിന്ന്, ഇബരീസ്, മലക്ക് ഇതൊക്കെ കണ്ട് മോഹിക്കും. അതുകൊണ്ട് അവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ തടയും. അങ്ങനെയുള്ള ഇവരുടെ സമ്പത്തൊക്കെ പിന്നെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവർ പിന്നെ വളരെ മോശമായൊരവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വെറും കുടിൽ താമസിക്കുന്ന ആ സമയത്ത് യാതൊരു സൗകര്യമില്ല. വളരെ ഒരു വലിയ പര്യടനത്തിന് നടുക്ക് ചെങ്കല്ല് കെട്ടി ഒരു വീടും കൈക്കോലും കൊണ്ട് മേഞ്ഞ ഒരു കുടിലുമൊക്കെയാണ്. അപ്പം അവിടെ മറപ്പരയില്ല കുളിക്കാൻ. അതുപോലെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള കക്കൂസോ അങ്ങനെയൊന്നുമില്ല. അപ്പം സാധാരണക്കാരായ ആളുകൾ അവിടെ ചെയ്യുന്നത്, അവർ പറമ്പിലൊക്കെ പോയാണ് ഈ കാര്യങ്ങൾ സാധിക്കുന്നത്. അപ്പം പകലതിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അകലെ ഒരു തോട് പോലെ സ്ഥലമുണ്ട്. കുറച്ച് താഴെയുള്ള കുറച്ച് താഴെയൊരു സ്ഥലമാണ്. അപ്പം മുകളിൽ നിൽക്കുന്നവർക്ക് അതവിടെ കാണാൻ പറ്റില്ല. അവിടെ പോയി ഈ സ്ത്രീ ഇരിക്കുകയാണ്, കുഞ്ഞുപാത്തുമ്മയുടെ ഉമ്മ, കൊച്ചുതാച്ചുമ്മ. അവരാണ് പിന്നെ പണം ഉണ്ടായിരുന്ന കാലത്ത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന്, നിൻ്റെ പാപ്പൊക്കെ ഒരു ആനയുണ്ടായിരുന്നു, അതുകൊണ്ട് നീ അത് ഓർക്കണം, നീ സാധാരണക്കാരോട് മിണ്ടാൻ പാടില്ല, സാധാരണക്കാരെ പോലെ പെരുമാറാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ അവരവിടെ പോയി കപ്പസി പോകാനിരിക്കുക. ഇതൊക്കെ നമുക്കൊരു നോവൽ ഒരാൾ ഇങ്ങനെ എഴുതി വെക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ വയ്യ. പക്ഷെ നമുക്കിത് വായിക്കുമ്പോൾ ഒരു അറപ്പോ വെറുപ്പോ അല്ല തോന്നുന്നത്. അവിടെ ചെന്നിരിക്കുമ്പോൾ അയൽപക്കത്ത് താമസിക്കാൻ വന്ന ഒരു പരിഷ്കൃതരായ മുസ്ലിം കുടുംബമുണ്ട്. അവിടുത്തെ മകനാണ് നിസാർ അഹമ്മദ്. അയാൾ കവിയാണ്. അയാളുടെ അച്ഛൻ ഒരു പ്രൊഫസറാണ്. ഇവർ വളരെ പരിഷ്കൃതരാണ്. സഹോദരിയും വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് ആയിഷ. അപ്പോൾ അയാൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടിയാണ്, അത് പകലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, രാത്രി ഞങ്ങൾ വഴിയിലിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നിസാർ അഹമ്മദ് വഴക്കല്ല, അവരെ ഉപദേശിച്ച് അവരുടെ പിന്നെ ചിന്താഗതി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോ വീടുകളിലും മുസ്ലിമിൻ്റെ അവർ സാധാരണക്കാരായ കച്ചവടക്കാരും അല്ലെങ്കിൽ മീൻ വിൽക്കുന്നവരും അല്ലെങ്കിൽ മറ്റ് പല സാധനങ്ങളും വിൽക്കുന്നവരും അങ്ങനെയുള്ള സാധാരണ മനുഷ്യരാണ്. അവർക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ കുളിമുറി ഒരു മറപ്പരയിൽ നിന്നേ കുളിക്കാവൂ, അല്ലെങ്കിൽ മറപ്പരയിൽ ഈ മാതിരി കാര്യങ്ങൾ ചെയ്യാവൂ, അങ്ങനെയുള്ള യാതൊരു തോന്നലും വിചാരവും അതൊക്കെ ശരിയാണെന്നുള്ളൊരു ധാരണയാണ് അവർക്ക്. അതുകൊണ്ട് ഇത് വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല. എന്തായാലും നിസാർ അഹമ്മദിൻ്റെ ഉപദേശപ്രകാരം കക്കൂസ് കെട്ടണമെന്നും അതെങ്ങനെ ചെയ്യണമെന്നും രണ്ടുപേരും കൂടെ ചേർന്ന് ഓലയും പത്തലും മടലും ഒക്കെ കൊണ്ടുവന്ന് അത് ഉണ്ടാക്കുന്നതും അപ്പോൾ കൊച്ചുതാച്ചമ്മ വഴക്കുണ്ടാക്കുന്നതും. അപ്പോൾ ഇങ്ങനെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് ഈ നോവലിൽ എഴുതിയിട്ടുണ്ട്. അത് കാലം എത്ര കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു ചിത്രം പോലെ തെളിഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് ബഷീറിനെ കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യം, അദ്ദേഹം വലിയ പ്രകൃതി സ്നേഹിയായിരുന്നു, ഹൃദയാലുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യ സ്നേഹവും പ്രകൃതി സ്നേഹവും പല കഥകളിലും പല നോവലുകളിലും കാണാം. അങ്ങനെ ജയിലിൽ കഴിയുമ്പോഴും അദ്ദേഹം മുറ്റത്തൊരു പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുന്നു. പനിനീർ ചെടികളൊക്കെ വെച്ച് വലിയ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കുന്നു. എന്നിട്ട് തടവുകാർക്കും ആ പൂക്കൾ കൊടുക്കുന്നുണ്ട്, ജയിലർക്ക് കൊടുക്കുന്നുണ്ട്. മതിലിൻ്റെ അപ്പുറത്ത് ജയിലിലേക്ക് പോകുമ്പോൾ തന്നെ മതിലുകൾ എന്നുള്ള നോവലിൽ അത് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സിനിമയൊക്കെ ആയതാണ്. അപ്പോൾ നാരായണി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നാണ് സ്നേഹിക്കുന്നത്. കാണുന്ന പോലും ഇല്ല. നിൻ്റെ പ്രായം എത്രയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ 22 വയസ്സാണ്, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, നിങ്ങളെ കാണാൻ എങ്ങനെ ഇരിക്കും. അപ്പോൾ അവസാനം അവർ കാണാനൊരു സ്ഥലമൊക്കെ നിശ്ചയിച്ച് ഒരു തീയതിയൊക്കെ നിശ്ചയിക്കുമ്പോഴേക്കും അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു പോകാനുള്ള ഇത് കിട്ടിയിട്ട് പോരുകയാണ്. അങ്ങനെ നാരായണിയെ കാണാനൊക്കുന്നില്ല. അപ്പോൾ ആ നാരായണിക്ക് കൊടുക്കാനായിട്ട് ഒരു പനിനീർ ചെടി പറിച്ചിട്ട് ഒരു ചാക്കിനകത്ത് അതിൻ്റെ മണ്ണുമൊക്കെ ചേർത്ത് അദ്ദേഹം എറിഞ്ഞു കൊടുക്കുന്നു.
അതുപോലെ ബാല്യകാല സഖി എന്ന് പറയുന്ന നോവലിൽ സുഹറായും മജീദും കൂടെ അവരുടെ കുഞ്ഞുനാളിൽ അവർ കൊച്ചു കുട്ടികളായപ്പോൾ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും. ഒന്നിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒരാൾ മറ്റേയാളുടെ വീട്ടിലായിരിക്കും എപ്പോഴും. അതുപോലെ ആദ്യം അവർ തങ്ങൾ വഴക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ വലിയ സ്നേഹമായി. മുതിർന്നു കഴിഞ്ഞപ്പോഴും അവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ അറിയാത്ത അത്ര കാമുകന്മാരായി. പക്ഷേ ആ കഥ നമുക്കറിയാം. മജീദ് പോകുന്നു, വളരെ പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും സുഹറ രോഗം വന്ന് മരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന കഥയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് സുഹറയെ കാണാൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മുതിർന്നു. അവർ ചെറുപ്പത്തിലെ പോലെ തന്നെ ഈ ചെടിക്കമ്പുകളൊക്കെ പൂച്ചെടിക്കമ്പുകളെല്ലാം കൊണ്ടുവന്ന് രണ്ടുപേരും കൂടെ നട്ട് ഇങ്ങനെ. അപ്പോഴും ഇദ്ദേഹത്തിന് ആ പ്രകൃതിയോടുള്ള സ്നേഹം, കൃഷി, ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. അതിൽ നിസാർ അഹമ്മദ് താമസിക്കാൻ വരുന്ന അപ്പുറത്തെ വീട്ടിൽ ഈ അവർ പട്ടണത്തിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം വലിയൊരു വനവുമായിട്ടാണ് വന്നത്. വലിയ ഫലവൃക്ഷങ്ങൾ, അതിൻ്റെ അതുപോലെ പൂച്ചെടികൾ, അങ്ങനെ അതിൻ്റെയൊക്കെ ചെടികൾ കൊണ്ട് വെക്കുന്നതും ഒക്കെ ഇവർ കാണുന്നുണ്ട്. അപ്പോൾ കൊച്ചുതാച്ചമ്മ ഇവിടെ നിന്ന് കളിയാക്കിയിട്ട് പറയും, ഓ വലിയൊരാൾ വന്ന് അവിടെ ഏതാണ്ടൊക്കെ ചെയ്യുന്നല്ലോ എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവസാനമാകുമ്പോഴത്തേക്കും അവരുമായിട്ട് ഇവർ സൗഹൃദത്തിലുമൊക്കെ ആകുന്നുണ്ട്. അതുപോലെ എൻ്റെ പാപ്പൊക്കെ ഞാനിടുന്ന നോവലിലെ അദ്ദേഹത്തിൻ്റെ ഒരു എറുമ്പിനെ പോലും നോവിക്കുന്ന ആയിരുന്നില്ല ബഷീർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അതിനകത്തെ ഒരു രംഗം എനിക്കൊരിക്കലും മറക്കാത്ത, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ വീട്ടിൽ താമസിച്ചിരുന്ന പട്ടനടിമ കുഞ്ഞുപാത്തുമ്മയുടെ അച്ഛൻ വലിയ പള്ളിയിലെ കൈക്കാര്യക്കാരനായിരുന്നു അയാൾ. ഒരുപാട് സമ്പത്തുണ്ട്. പിന്നെ നാട്ടിലുള്ള എല്ലാവരും അയാളെ കാണുമ്പോൾ പഞ്ചപുച്ഛം നടിച്ച് നിൽക്കും. പട്ടനടിമ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പട്ടനടിമ എന്നാണ് കുഞ്ഞുപാത്തുമ്മയുടെ അച്ഛൻ്റെ പേര്. തോളെ കിടക്കുന്ന നേരിയത് ഇങ്ങനെ താഴെ തെളിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പുറകെ നടക്കുന്ന ആളുകൾ അത് പൊക്കി പിടിച്ചുകൊണ്ട് ഭയഭക്തി ബഹുമാനങ്ങളോടെ പുറകെ നടക്കുമെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആശ്രിതർക്ക് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ കേസ് നടത്തി എല്ലാം നഷ്ടപ്പെട്ട് ഒരു രാത്രിയിൽ ഉമ്മമാരുടെ പുറകെ അവൾ തെരുവിലേക്ക് ഇറങ്ങി നാട്ടുവഴിയിലൂടെ നടന്നു പോയി, നിലാവത്ത് നടന്ന് പോയി. അങ്ങനെയാണ് ആ ചെറിയ വീട്ടിൽ വൈക്കോല് മേഞ്ഞ ചെങ്കല്ല് കൊണ്ട് കെട്ടിയ 2 മുറിയും അടുക്കളയും ഒരു വരാന്തയും മാത്രമുള്ള വീട്ടിൽ ചെന്ന് ചേരുന്നത്. പക്ഷേ കുഞ്ഞുപാത്തമ്മയ്ക്ക് വലിയ സന്തോഷമാണ് തോന്നിയത്. വീട്ടിലായിരുന്നപ്പോൾ പുറത്തിറങ്ങാൻ വയ്യ, നിലാവത്ത് നിൽക്കാൻ വയ്യ, സൂര്യപ്രകാശത്തിൽ നിന്നുകൂടാ, അയൽവക്കത്തുള്ള ആളുകളെ ഒന്നും കണ്ടുകൂടാ, അവരുടെ കൂടെ ഒന്നും കളിച്ചുകൂടാ. പിന്നെ അങ്ങനെയുള്ള അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായി, അവൾ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായ വായു നിശ്വസിക്കാവുന്ന ഒരവസ്ഥ വന്നു. അതുകൊണ്ട് അവൾക്ക് വളരെ സന്തോഷമായി. അവൾ കുളിക്കാൻ പോകുന്നത് അവിടെ ഒരു ആമ്പൽക്കുളമുണ്ട്. അതായത് കുളിമുറിയൊന്നുമില്ല, മറയും തുറയൊന്നുമില്ല, ഒരു കിണർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പുറത്തു നിന്ന് കുളിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ പറമ്പിൻ്റെ അതിരിലെ ഒരു ആമ്പൽക്കുളമുണ്ട്. നിറയെ പൂക്കൾ, ചുവന്ന പൂക്കൾ ഇങ്ങനെ മന്ദഹസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മനോഹരമായ തടാകമാണ്. അപ്പോൾ അതിൻ്റെ അരികിലൊക്കെ ചെന്നിരിക്കാറുണ്ട്. അപ്പോൾ അവിടെ കുളിക്കാമെന്ന് തീരുമാനിച്ചു. അവിടെ ചെന്ന് കുളിക്കാനായിട്ട് കുപ്പായവും മുണ്ടും ഒക്കെ അഴിച്ചിട്ടിട്ട് വെള്ളത്തിലിറങ്ങി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഒരു കന്നട്ട, കറുത്ത നിറത്തിലുള്ള കന്നട്ട അവിടെ തുടയിൽ ഇങ്ങനെ കടിച്ചിരിക്കുക. അയ്യോ എന്ന് പറഞ്ഞ് കരയിൽ കയറുന്നു. അത് പിന്നെ ചോര ഇങ്ങനെ കുടിച്ച് ആ അട്ട വീർത്ത് ഒരു ഉണ്ടയായിട്ട് താഴെ വീഴുന്നത് വരെ കുഞ്ഞുപാത്തമ്മ അങ്ങനെ നിന്നു. കാരണം അതിനെ നോവിക്കാൻ വയ്യ, തന്നെത്താനെ വീണോട്ടെ, അതിനെ വേദനിച്ചാലോ. എന്തായാലും അത് വീണ് കഴിഞ്ഞപ്പോൾ അവളൊരു കമ്പ് കൊണ്ട് അതിനെ തോണ്ടി വളരെ പതുക്കെ ആമ്പൽക്കുളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് പറയുകയാണ്, എന്നെ കടിച്ചും പോലെ നീ ഇനി വേറെ ആരെയും കടിച്ചല്ലേ. ഇത് ശരിക്കും ആ മുസ്ലിം ഭാഷ, പഴയ അപരിഷ്കൃതരായ മുസ്ലിം സമുദായത്തിൽ സംസാരിച്ചിരുന്ന അതേ ഭാഷയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ സാധാരണക്കാരുടെ കഥകൾ സാധാരണക്കാരുടെ ഭാഷയിലാണ് എഴുതിയിരുന്നത്, വ്യാകരണം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് എന്നെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരുടെ കഥയാണ് ഞാൻ പറയുന്നത്, സാധാരണക്കാരുടെ ഭാഷയിലാണ് ഞാനത് പറയുന്നത്. അങ്ങനെ ഈ അട്ടയെ തോണ്ടി വെള്ളത്തിലേക്ക് ഇട്ടു. വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ഒരു വലിയ ഒരു വരാല് ഇത് വീഴാൻ കാത്തു നിന്നതുപോലെ കപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ വിഴുങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനോട് പിണങ്ങി ഇവള്. അത്രത്തോളം നിഷ്കളങ്കയാണ് കുഞ്ഞുപാത്തുമ്മ. ഒന്നിനെയും നോവിക്കാനോ വേദനിപ്പിക്കാനോ അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവൾ പറയുക, നീ ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തത് ശരിയായോ, ആ അട്ടയ്ക്ക് അതിൻ്റെ കെട്ടിയോനും കുഞ്ഞുങ്ങളും ഒക്കെ ഇതിനകത്ത് കാണുന്നില്ലേ. ഇത്രത്തോളം നിഷ്കളങ്കയായ യാതൊരു വിവരമില്ലാത്ത അജ്ഞാനിയായ
അക്ഷരം അറിയാത്ത ഒരു പെൺകുട്ടിയാണ് കുഞ്ഞുവാത്തുമ്മ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതാണ് മനുഷ്യത്വവും അല്ലെങ്കിൽ മറ്റുള്ളവരുള്ള ദയവും ഇതെല്ലാം ഇതുപോലുള്ള കഥാപാത്രങ്ങൾ കൂടെ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. ബഷീറിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഷീറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഒരുപാട് പഠനങ്ങളും ഒരുപാട് ആസ്വാദനങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പലരും എഴുതിയത് ഞാനിങ്ങനെ വായിച്ച കൂട്ടത്തിൽ റോസി തോമസ്, MP പോളിൻ്റെ മകള്, പറയുന്ന ഒരു അനുഭവമുണ്ട്. എറണാകുളത്ത് അദ്ദേഹം ഒരു പുസ്തകക്കടയൊക്കെ ആയിട്ട് അവിടെ തിരുവിതാംകൂർ നിൽക്കാൻ വയ്യ. അദ്ദേഹം ജയിലിൽ നിന്ന് 2.5 വർഷത്തെ കഠിന തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ പ്രേമലേഖനം എന്ന് പറഞ്ഞ നോവൽ അവിടെ വെച്ചാണ് എഴുതുന്നത്. ആ നോവലിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് നമ്മൾ കേട്ടിട്ടുള്ള പ്രശസ്തമായ ജീവിതം യൗവനാതീഷ്ണവും പ്രേമസ്വരകുലവുമായിരിക്കുന്ന ഈ കാലത്ത് എൻ്റെ സുഹൃത്തായി നീ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ പ്രേമലേഖനം തുടങ്ങുന്നത്. അതൊക്കെ എഴുതി കഴിഞ്ഞ് പിന്നെ പുറത്തു വന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ സമരത്തിൽ, അതായത് SRCPക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ വീണ്ടും ഒരു അറസ്റ്റിലേക്ക് പോയേക്കും. അങ്ങനെ അദ്ദേഹത്തിന് തിരുവിതാംകൂറിൽ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നു. അപ്പോൾ എറണാകുളത്തേക്ക് വന്നു. അവിടെ ഉപജീവനത്തിനായിട്ട് ഒരു പുസ്തകക്കട തുടങ്ങി. അവിടെ ഈ സാഹിത്യകാരന്മാരെല്ലാവരും വരും. അവിടെ ഒരു ലോഡ്ജിൽ ഒരു ഇടുങ്ങിയ വളരെ ചെറിയ ഒരു മുറിയിൽ P. കൃഷ്ണപിള്ളയും KC ജോർജും ഒക്കെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് MP പോൾ എന്ന് പറയുന്ന പ്രശസ്ത അധ്യാപകനും ഒക്കെ ചങ്ങനാശ്ശേരിയിൽ MP പോൾ ട്യൂട്ടോറിയൽ നടത്തിയിരുന്ന ആൾ ചങ്ങനാശ്ശേരി എറണാകുളത്ത് വന്ന് താമസിക്കുകയാണ്. ഈ വീട്ടിലേക്ക് എപ്പോഴും ബഷീർ പോകാറുണ്ട്. അന്ന് ഇവർ സ്കൂൾ പഠിക്കുകയാണ്. റോസി തോമസ്, ഇളയ കുട്ടികളുണ്ട്. ഇവരെല്ലാവരുടെയും കൂടെ ബഷീർ കളിക്കും, പട്ട് കളിക്കുമെന്നാണ് പറഞ്ഞത്. പട്ടെന്ന് പറഞ്ഞാൽ ഈ ഗോലി എന്നൊക്കെ പറയുന്നവരുടെ സാധനമുണ്ടല്ലോ, അത് വെച്ച് കളിക്കുമായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ബഷീർ ശരിക്കും ഒരു കുട്ടിയാകും. അപ്പോൾ വന്ന് MP പോൾ ഇത് കണ്ടുകൊണ്ട് വരാന്തയിലിരിക്കും, ഇവരുടെ കളികൾ കണ്ടുകൊണ്ട്. അപ്പോൾ വഴി കൂടെ ഒരു പൂക്കാരൻ ഇങ്ങനെ പോകും. ചെമ്പകപ്പൂവേ ചെമ്പകപ്പൂ വിൽക്കാനുണ്ടെന്നും പറഞ്ഞിങ്ങനെ പൂവ് വെച്ചാൽ കുട്ടികളുടനെ റോസി തോമസിൻ്റെ ഇളയ അനുജത്തിമാർ വഴക്കുണ്ടാക്കി, ബഷീറെ ഞങ്ങൾക്ക് പൂവ് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം എന്താ വാങ്ങിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞ് പൂക്കാരനെ വിളിച്ച് വരുത്തി പൂവ് വാങ്ങിച്ച് എല്ലാവർക്കും പങ്കിട്ട് കൊടുത്തു കഴിഞ്ഞ് അന്ന് രാത്രിയിൽ MP പോൾ സാറ് വഴക്ക് പറഞ്ഞു. ഇവരെ ഒരു കുടുംബ സദസ്സ് കൂടിയിട്ട് അവിടെ വെച്ച് പറഞ്ഞു, ബഷീർ ആരാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, അയാൾ അരപ്പട്ടിണിയായിരിക്കും, അര ചായ പോലും ഇന്ന് കുടിച്ചു കാണുന്നില്ല, എന്നിട്ട് ആ മനുഷ്യനെ കൂടെ നിങ്ങളിത് ജയിച്ചില്ലേ? പട്ടിണിയാണെങ്കിലും എത്ര ദാരിദ്ര്യമായാലും ആ മനുഷ്യൻ ആരോടും ഇത് പറയാറില്ല. അപ്പോൾ കുട്ടികൾ പറയാണ്, അങ്ങനല്ല അപ്പാ, ബഷീറിന് ഇഷ്ടം പോലെ പണമുണ്ട്, ഞങ്ങളോട് പറയാറുണ്ട് ഞാൻ വലിയ പണക്കാരനാണെന്ന്. എന്നിട്ട് പോക്കറ്റ് എപ്പോഴും കിലുക്കി കാണിക്കുമെന്ന്. അതിലിങ്ങനെ നാണയത്തൊട്ടിൽ ഇങ്ങനെ ഒരു ചക്രം, അന്ന് ചക്രമൊക്കെയാണ് അരയണയോ, അതൊക്കെ ഇങ്ങനെ ഇട്ട് കിലുക്കി കാണിച്ചു പറയും, കണ്ടോ ഞാൻ പണക്കാരനല്ലേ എന്ന് പറയും. അതുകൊണ്ട് പിന്നെ അപ്പം പറയുന്നത് വെറുതെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വെറുതെ വന്ന ആ മനുഷ്യൻ ഇന്ന് ഒരു ചായ പോലും കുടിച്ച് കാണുന്നില്ല, രാത്രി മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയായിട്ട് ഇരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ടത് വാങ്ങിപ്പിച്ച? ബഷീർ അങ്ങനെയായിരുന്നു. അതായത് മറ്റുള്ളവരെ ചിരിപ്പിക്കാനും മറ്റുള്ളവരുടെ സന്തോഷത്തിനും വേണ്ടി സ്വന്തം ദുഃഖങ്ങളോ സ്വന്തം ദാരിദ്ര്യമോ പട്ടിണിയോ വിഷമമോ ഒന്നും പുറത്ത് കാണിക്കാത്ത അത്രത്തോളം ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് ബഷീർ എന്നാണ് റോസി തോമസ് പറയുന്നത്. ബഷീറിൻ്റെ ഏത് കഥയാണ്, ഏത് നോവലാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാ കഥകളും പ്രിയപ്പെട്ടതാണ്, എല്ലാ നോവലുകളും പ്രിയപ്പെട്ടതാണ്, ഓരോ തരത്തിൽ. എല്ലാം കണ്ണീരും പിന്നെ ചിരിയും ചേർന്ന കഥകളാണ്. ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം കഥകൾ കണ്ടെടുത്തിട്ടുള്ളത്, കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ നമ്മുടെ ഉദ്ഘാടകനാണോ മറ്റോ പറഞ്ഞു, എന്തും നിർഭയമായിട്ട് പറയാൻ കഴിവുള്ളവനായിരിക്കണം ഒരു സാഹിത്യകാരൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിർഭയമായിട്ട് എന്തും പറയാനും എഴുതാനും പ്രവർത്തിക്കാനും ആരുടെയും സന്തോഷത്തിന് വേണ്ടിയോ ആരുടെയും പ്രീതിക്ക് വേണ്ടിയോ ഒരക്ഷരം പോലും എഴുതുകയോ പറയുകയോ ചെയ്യാത്ത കുറേ സാഹിത്യകാരന്മാർ നമുക്കുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളായിരിക്കും ഒരുപക്ഷെ ബഷീർ.
ബഷീറിന് പിന്നെ അതുപോലെ സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന കഥയിൽ അതൊരു കുടുംബകഥയാണ്. വെറും കുടുംബകഥയായിട്ട് തോന്നുമെങ്കിലും ആ മുഴുവൻ കാര്യങ്ങൾ ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ പഴയതെല്ലാം മറന്നു പോവുകയും അതൊന്നും മറ്റുള്ളവരോട് പറയാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ബഷീർ അവിടെ 2 മുറിയും അടുക്കളയും ഒരു ചായപ്പും ഒക്കെ ഉള്ളൂ. അങ്ങനെയുള്ള എൻ്റെ കുടുംബ വീട്ടിൽ കുറച്ചാൾ താമസിക്കുന്നുണ്ട്. ഓരോ തവണയും ഓരോരുത്തർ വന്ന് ബഷീറിനോട് രഹസ്യമായിട്ട് നീ എനിക്കൊരു 10 രൂപ തരണേ. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു അനിയത്തി വന്ന് പറയും പിന്നെ എനിക്ക് എൻ്റെ പാത്രങ്ങൾ മേടിക്കാൻ കുറച്ച് കാശ് തരണം. ഇങ്ങനെ പലരും വന്ന് ഇദ്ദേഹത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്. ബഷീറിൻ്റെ കയ്യിൽ പൈസയേ ഇല്ല, വല്ലപ്പോഴുമാണ് എഴുതുന്നതിന് അല്പം പൈസ കിട്ടുന്നത്. അത് വന്നു എന്നറിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ ഓരോരുത്തരും സമീപിക്കും. ഒരു ദിവസം കുട്ടൻപിള്ള എന്ന് പറയുന്നൊരു പോസ്റ്റ്മാൻ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് വീട്ടിലുള്ളവരത് എങ്ങനെയോ അറിഞ്ഞു. അപ്പോഴേക്കും തന്നെ ഓരോരുത്തരും വന്ന് നിവേദനം സമർപ്പിച്ചു. ഉമ്മ ആദ്യം വന്ന് പറഞ്ഞാൽ പിന്നെ അവരാരും അറിയാതെ നീ എനിക്കൊരു 10 രൂപ തരണം. പാത്തുമ്മ എന്ന് പറയുന്ന അനിയത്തി വന്ന് പറഞ്ഞു നീ എനിക്ക് 25 രൂപ തരണം. എന്തായാലും അവരെല്ലാവരും കൂടെ 25ഉം 10ഉം 35ഉം ഒക്കെ ആയിട്ട് 100 രൂപയുടെ കണക്കൊപ്പിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുട്ടൻപിള്ള എന്ന് പറഞ്ഞ പോസ്റ്റ്മാൻ വരുന്നു. അപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ഇവർ ഈ 100 രൂപയുടെ കണക്കൊപ്പിച്ചത്. അന്ന് മണിയോടർ ഫോം ഒപ്പിട്ട് കൊടുത്ത് കാശ് മേടിച്ച് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നു. ഒരു പൈസ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായില്ല. അതുപോലെ ഒരിക്കൽ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന നോവലിൻ്റെ 10 കോപ്പികൾ ഓതേഴ്സ് കോപ്പി വീട്ടിൽ വന്നു. കുട്ടൻപിള്ള തന്നെയാണ് അത് കൊണ്ട് കൊടുക്കുന്നത്. കുട്ടൻപിള്ള എന്ന് പറഞ്ഞ പോസ്റ്റ്മാൻ കൊണ്ട് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല, ഒരു ചെറിയ നാണയത്തൊട്ട് പോലും ഇല്ല. അപ്പോൾ അബ്ദുൾ ഖാദർ എന്ന് പറയുന്ന അനിയനോട് പറയാം നീ ഇത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റോ, പിന്നെ ഒരു പുസ്തകത്തിൻ്റെ കാശ് നീ എടുത്തു, ബാക്കി കാശ് എനിക്ക് തന്നു എന്നും പറഞ്ഞ്. അപ്പോൾ അത് വിറ്റു പോകുന്ന അദ്ദേഹത്തിന് യാതൊരു വിശ്വാസവും ഇല്ല. പക്ഷെ അയാൾ കൊണ്ടുപോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഒരു പുസ്തകം ഒഴിച്ച് 10 പുസ്തകം വിറ്റുപോയി, ഒരു പുസ്തകത്തിൻ്റെ കാശ് ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് അത് ബഷീറിനെ ഏൽപ്പിക്കും. ഇങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ ഒരുപാട് കഥകൾ. ഇപ്പോൾ പാത്തുമ്മ എന്ന് പറയുന്ന നമുക്കത് വെറും ആടായിട്ട് തോന്നും. പാത്തുമ്മയുടെ ആടെന്ന് പറയുന്നത് അതിലെ പ്രധാന കഥാപാത്രമാണ്. രാവിലെ പാത്തുമ്മ ഇങ്ങനെ പറയും വാലുപോലെ അവരുടെ മകള് ഈ ആട് വരും. ആട് എല്ലാ മുറിയിലും കയറി ഇറങ്ങും. പിന്നെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളുടെയൊക്കെ ദേഹത്തൂടെ നടന്ന് അവരെയൊക്കെ ഉണർത്തും. പിന്നെ അവിടെ ഇരിക്കുന്ന കലത്തിലിരിക്കുന്ന കഞ്ഞിവെള്ളം എടുത്ത് കുടിക്കും. അപ്പോൾ പാത്തുമ്മയുടെ അനിയത്തിയുടെ വഴക്ക് എൻ്റെ ആടിനെ കൊടുക്കാനുള്ള കഞ്ഞിവെള്ളം ഇവളുടെ ആടെടുത്ത് കുടിച്ചെന്നും പറഞ്ഞാൽ അതിനെ ചൊല്ലിയുള്ള വഴക്ക്. അങ്ങനെ ആ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങളും വളരെ എന്താ പറയേണ്ടത്, വളരെ ഹൃദ്യമായിട്ടും ആകർഷകമായിട്ടും നമുക്ക് ഒരു തവണ വായിച്ചു തീർന്നാലും വീണ്ടും വീണ്ടും വായിക്കാൻ നമുക്ക് തോന്നുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അതിൽ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് സാഹിത്യകാരൻ നമ്മൾ ഒരിക്കൽ ചക്കറിയ എഴുതിയിട്ടുണ്ട് സാഹിത്യകാരന്മാർക്ക് എന്താ കൊമ്പുണ്ടോ. സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ ഏതോ വലിയ ആളാണ്, നമ്മളെ എല്ലാവരും ബഹുമാനിക്കണം, നമ്മളേതോ വലിയ ഒരു നിലയിൽ നിൽക്കുന്ന ഒരാളാണ് എന്നൊരു തോന്നലിലാണ് പല സാഹിത്യകാരന്മാർ പെരുമാറുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാകാം അങ്ങനെ പറഞ്ഞു. എന്തായാലും ഒരിക്കൽ അദ്ദേഹം പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്തു സാഹിത്യകാരന്മാർക്ക് കൊമ്പുണ്ടോ. സത്യത്തിൽ സാഹിത്യകാരന്മാർക്ക് സാധാരണ വേഷം തന്നെയാണ്, കൊമ്പുമില്ല കുഴലുമില്ല ഒന്നുമില്ല. പിന്നെ 1 2 കൃതികളൊക്കെ എഴുതി കഴിയുമ്പോൾ എന്നേക്കാൾ വലിയ ആളാരുമില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാം എന്നെ ബഹുമാനിക്കണം. അവരെ ബഹുമാനിക്കാനും ഒരുപാട് ആളുകളുണ്ട്. ബഷീറിനെ പോലെയുള്ള ആളുകളൊക്കെ എഴുതിയിരുന്ന കാലത്ത് അദ്ദേഹമൊക്കെ ഒരുപാട് എഴുതുകയും പട്ടിണി കിടക്കുകയും ഒക്കെ ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, രാഷ്ട്രീയ പിന്നെ സമരങ്ങളിൽ പങ്കെടുത്തു, പിന്നെ ഒരുപാട് കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു, തിരിച്ചിറങ്ങി ഒരുപാട് നല്ല അത് നമ്മൾ മറന്നു പോകാത്ത സാഹിത്യത്തിൻ്റെ പുറത്ത് നിന്നിരുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ മണ്ടൻ മുത്തപ്പ, ആനവാരി രാമനായരും, അതുപോലെ പൊൻകുരിശ് തോമ, പിന്നെന്താണ് എട്ടുകാലി മമ്മൂഞ്ഞ്, എവിടെ എന്ത് കുഴപ്പം നടന്നാലും അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. ഇവരൊക്കെ വെറും സാധാരണക്കാരാണ്, സാഹിത്യത്തിൻ്റെ പുറംപോക്കി നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ അവരെയെല്ലാം സാഹിത്യ തറവാട്ടിലേക്ക് കൊണ്ടുവന്ന വളരെ നിർഭയനായ അല്ലെങ്കിൽ ധീരനായ ഒരു കഥാകൃത്താണ് ബഷീർ. ഇപ്പം ബഷീറിന് വേണമെങ്കിൽ ഞാൻ വലിയ ആളാണ്, എന്നെ എല്ലാവർക്കും ബഹുമാനിക്കാൻ എന്നൊരു തോന്നൽ വരാം. തമാശയ്ക്ക് അദ്ദേഹം പറയുകയാണ് അവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ വൈക്കത്ത് തലയോലപ്പറമ്പിൽ പാത്തുമ്മയുടെ ആട് എഴുതാൻ സഹായകമായ ഒരു ചുറ്റുപാടത്തിൽ താമസിക്കുക. ചെറിയൊരു വീടാണ്. അതിൻ്റെ മുറ്റത്ത് അദ്ദേഹം ഒരു ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കും. അത് ചാമ്പമരമുണ്ട്, അത് നിറയെ ചാമ്പയ്ക്ക, ഇങ്ങനെ ചുവപ്പ് നിറത്തിലുള്ള ചാമ്പയ്ക്ക ഇങ്ങനെ തൂങ്ങി നിൽക്കുക. അപ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്ന പെൺകുട്ടികൾ, സുന്ദരികളായ പെൺകുട്ടികൾ ഈ ഗേറ്റിങ്ങൾ വന്ന് ഇങ്ങനെ നോക്കും. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുകയാണ്, വിശ്വവിഖ്യാതനായ എന്നെ കാണാൻ വേണ്ടി നിൽക്കുകയായിരിക്കും ഈ സുന്ദരികൾ, ഇപ്പം ഇവരെൻ്റെ അടുത്തേക്ക് വരും, എന്നോടിപ്പോൾ സംസാരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അങ്ങനെ പലതവണ ഇവരിങ്ങനെ നിൽക്കും, അവരങ്ങ് പോകും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിചാരം എന്താണ്, ഞാൻ വളരെ പ്രശസ്തനാണ്,
വലിയ എല്ലാവരും അറിയുന്ന ആളാണ്, ഇത്രയൊക്കെ എഴുതിയ ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും എന്നെ വളരെ ബഹുമാനമാണ്, എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ ഇപ്പോൾ ഇവർ വരും, എൻ്റെ ഓട്ടോഗ്രാഫ് മേടിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ പെൺകുട്ടികളൊക്കെ എല്ലാവരും കൂടെ കയറി വന്നിട്ട് അവർ നേരെ പോയത് ഉമ്മയുടെ അടുത്തേക്കാണ്. ബഷീറിൻ്റെ ഉമ്മ അവിടെ കണ്ട് നിൽപ്പുണ്ട്. അവിടെ ചെന്നിട്ട് എന്തോ രഹസ്യമായിട്ട് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരൊരു കടലാസിനകത്ത് കുറേ ചാമ്പയ്ക്ക പൊതിഞ്ഞ് അവർക്ക് ഈ പെൺകുട്ടികൾക്ക് കൊടുത്തു, കാശും കൊടുത്തു. അവർ പകരം വിലയ്ക്ക് കൊടുത്തതാണ്. അപ്പോൾ ഈ ചാമ്പയ്ക്ക കാണാനാണ് ഈ പെൺകുട്ടികളവിടെ നിന്നിരുന്നത്. ബഷീർ തന്നെ പറയുകയാണ്, ഞാനിങ്ങനെ വളരെ അഹങ്കാരത്തോടെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കാണാനാണ് ഈ പെണ്ണുങ്ങളെല്ലാം വരുന്നത്. അങ്ങനെ പലർക്കും അങ്ങനെ ഒരു വിചാരം കാണും. നമ്മളിങ്ങനെ വഴിയെവിടെ പോകുമ്പോൾ ഇന്നയാളാണ് ഈ പോകുന്നത് കേട്ടോ, എന്തൊക്കെ എഴുതിയ ആളുകളാണ്, അങ്ങനെയൊന്നും ആരും വിചാരിക്കുന്നൊന്നുമില്ല എന്നുള്ളതാണൊരു സത്യം. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ പുതിയ സാഹിത്യകാരന്മാരൊക്കെ ബഷീറിനെ പോലെയോ അല്ലെങ്കിൽ MD പോലെയോ അല്ലെങ്കിൽ SK പൊറ്റക്കാടിനെ പോലെയോ ഉള്ള അങ്ങനെ തുറന്നെഴുതിയിരുന്ന അല്ലെങ്കിൽ ഒരു പ്രശസ്തിക്കോ പണത്തിനോ മാത്രം വേണ്ടി എഴുതിയിരുന്ന ആളുകളല്ല. അവരൊക്കെ വേറൊരു തരം എഴുത്തായിരുന്നു അവരുടെയൊക്കെ. പക്ഷെ ഇപ്പോഴുള്ള എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ദൈതാളികന്മാരാണ്. രാജാവിന് പകരം അവരപ്പപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികളെ പോഴ്ത്തുന്നു, അവർക്ക് വേണ്ടി പാട്ടുകൾ എഴുതുന്നു, അവരെക്കുറിച്ച് പ്രസംഗിക്കുന്നു. അത് അവരുടെ വ്യക്തിപരമായ സ്വാർത്ഥത കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടി തന്നെയായിരിക്കും. അത് നേടിക്കഴിയുമ്പോൾ അവരെ പുകഴ്ത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പപ്പോൾ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന ആ സ്വഭാവമാണ് നമ്മുടെ സാഹിത്യകാരന്മാർക്കും പലർക്കും. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് പേർക്കും അങ്ങനെയുള്ള. പിന്നെ സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇന്ന കൃതികൾ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നതൊക്കെ വായിച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ളൊരു വ്യഗ്രത. നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആരും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അവരെ നമ്മൾ തേടിപ്പിടിച്ച് അവരുടെ കൃതികൾ വായിക്കുക ചെയ്യുന്നത്. അവരെ നമ്മൾ അങ്ങോട്ടും ഇന്ന് ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ 32 വർഷം മുമ്പ് മരിച്ചുപോയ വൈക്കം മുഹമ്മദ് ബഷീറിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഓർമ്മിക്കുന്നതും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ആരാധനയോടെ പഴയ ആവേശത്തോടെ തന്നെ ഇപ്പോഴും നമ്മുടെ തലമുറ മാത്രമല്ല, എൻ്റെ തലമുറ മാത്രമല്ല, ഇനി വരും തലമുറകളും ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നത് ആ സാഹിത്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അല്ലാതെ അവരാരും അങ്ങോട്ട് ചെന്ന് ആളുകളെ ഇങ്ങനെ പ്രീതിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വലിയ ആളാണ്, അവരൊക്കെ പോയിട്ട് എത്ര കാലമായി. ഇപ്പോഴുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും മാറണം, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കാലം മാറിപ്പോയി, മനുഷ്യൻ്റെ സ്വഭാവം മാറിപ്പോയി, എല്ലാ രീതികളും മാറി. 1 2 ഇപ്പോൾ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നൊന്നും ഒരു വലിയ കാര്യമല്ല. അത് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. മുമ്പൊക്കെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യണമെങ്കിൽ വലിയ പ്രയാസമായിരുന്നു. ഞാനൊക്കെ എഴുതി എൻ്റെ ചില നോവലുകളൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും, ഒരു പ്രസാധകനെ കിട്ടാൻ ബുദ്ധിമുട്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ലോൺ എടുത്ത് പുസ്തകം അടിക്കേണ്ടി വരും. SPCS എന്ന് പറയുന്ന സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, അങ്ങനെയുള്ള വളരെ ചുരുക്കം, പ്രഭാത്, പൂർണ്ണ, ഇങ്ങനെയൊക്കെ വളരെ കുറച്ച് പബ്ലിഷിംഗ് ഹൗസുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഈ പുസ്തകം വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പരിചയമോ അല്ലെങ്കിൽ സ്വാധീനമോ അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം പ്രശസ്തരാകുകയോ ഒക്കെ ചെയ്താലേ അന്ന് അത് നടക്കുമായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ പുസ്തകം വന്നാലും നമ്മളെ ഒന്നും എല്ലാവരും അറിയണമെന്നില്ല, അറിഞ്ഞിരുന്നുമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ല. ഒരു പുസ്തകം എഴുതുക, 2 3 പുസ്തകം എഴുതുക, അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുക. പണ്ടൊരിക്കലും ഇവിടെ വസന്തമാഷ് പറഞ്ഞു തന്നാൽ ഞാനിപ്പോൾ ഓർക്കുക, അതായത് ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ 3 വയസ്സുള്ള ഒരു കുട്ടിയും കവിയായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നാൽ അവിടുത്തെ ഒരു കുട്ടി കഥാകൃത്തായിരിക്കും. അങ്ങനെ അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ ഉണ്ട്. എന്തെഴുതിയാലും നമുക്കത് കുറച്ച് കാശ് കയ്യിലുണ്ടെങ്കിൽ. എനിക്കറിയുന്ന കുറച്ച് ആളുകളുണ്ട്, സഹപ്രവർത്തകർ തന്നെ വേണമെന്ന് പറയും. അവരൊന്നും പണ്ടൊന്നും ഈ പുസ്തകമൊന്നും കാണുകയോ വായിക്കുകയോ ഏതാണ്ട് അയ്യേ എന്ന് പറയുന്ന ഒരു വിധത്തിൽ ഇതിനെ കണ്ടിരുന്ന ആളുകളാണ്. പണ്ടൊക്കെ ലോഹിദാസ് പറഞ്ഞു, സാഹിത്യം ഒച്ചേ എന്താണ് കാണാൻ കൊള്ളാത്ത എന്തൊരു സമയം, അത് വായിക്കുക എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇപ്പം അതല്ല, സാഹിത്യം എന്താ കൊള്ളാവുന്ന ഒരു വസ്തുവാണ്. ഇപ്പോൾ പലർക്കും ഒരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെൻഷനൊക്കെ പറ്റി കഴിയുമ്പോൾ പ്രകാശമൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ ഒരു പുസ്തകം എഴുതുക, അത് അച്ചടിക്കുക, അതിന് പ്രകാശനം നടത്തുക, കുറേ ആളുകളെ വിളിച്ചു കൂട്ടുക, അത് കഴിയുമ്പോൾ പ്രശസ്തനായി. പിന്നെ നാളെ തൊട്ട് ഞാൻ വലിയൊരു എഴുത്തുകാരനാണ്, എന്നേക്കാൾ വലിയ ആളില്ല എന്നുള്ള ഡെമ്പോടുകൂടി നടക്കുക. അവരുടെയൊക്കെ മുന്നിലാണ് നമ്മുടെ പഴയ എഴുത്തുകാരെ, പഴയതെന്ന് പറയുന്നെങ്കിൽ അവരെല്ലാം അവരുടെ പുതുമ ഒട്ടുമേ നശിച്ചിട്ടില്ല. വൈക്കം മുഹമ്മദ് ബഷീർ ആയാലും MD ആയാലും അതുപോലെ SK പൊറ്റക്കാടായാലും VK ആയാലും അവരുടെയൊക്കെ കൃതികളിൽ മലയാളം ഉള്ളിടത്തോളം കാലം ആരും മറക്കാനും പോകുന്നില്ല. ആ പുസ്തകങ്ങളൊക്കെ ഇന്നുള്ളതിനേക്കാൾ ആവേശത്തോടെ വായിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ കൃതികൾ ഒരിക്കലും പക്ഷേ ഇപ്പം ഞാനീ പറഞ്ഞ പുസ്തകങ്ങൾ ആരും ആണെന്ന് പ്രകാശനം നടക്കുന്നുണ്ട്, അതൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കും കുറച്ച്. അങ്ങനെ
അവരുടെ കൂട്ടത്തിൽ നല്ല കൃതികൾ ഇല്ല എന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. പക്ഷേ ഒന്നോ രണ്ടോ കൃതികൾ എഴുതി കഴിയുമ്പോൾ സ്വയം സാഹിത്യകാരനാണെന്ന് ഭാവിക്കുകയും മറ്റുള്ളവരൊക്കെ നമ്മളെക്കാൾ വളരെ താഴെയാണെന്നുള്ള മട്ടിൽ അവരോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു പ്രവണത. ഈ മഹാസാഹിത്യകാരന്മാരൊന്നും അങ്ങനെ ആയിരുന്നില്ല. അവർ സാധാരണ ജനങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. നമ്മളിതൊരാളായിട്ട് അവർ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഞാൻ കാണുന്നത്. അങ്ങനെ അവരെ കുറേ ആളുകൾ ഇങ്ങനെ ബഹുമാനിക്കാനായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ കുറേ കൂടുന്നു, അവരെ വിളിച്ച് ആദരിക്കുന്നു, അവരെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു, ഇതുപോലെയുള്ള സാഹിത്യം മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് സ്വയം അങ്ങ് തോന്നുകയാണ്, ഇത് ഞങ്ങൾ ഇന്ത്യയെക്കാളും ബഷീറിനേക്കാളും ഒക്കെ മുകളിലാണ് എന്നൊരു തോന്നൽ വരുന്ന ഒരു കാലത്താണ് ഉള്ളത്. പിന്നെ സാഹിത്യകാരനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യകാരൻ്റെ എന്താണ് ധർമ്മം എന്നുള്ളത് മറന്നിട്ടാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. ഇപ്പം കാണുന്നതിനെ പുകഴ്ത്തുക, നാളെ ഇനി മറ്റൊരാൾ വരികയാണെങ്കിൽ അയാളെ പുകഴ്ത്തുക, ഇതൊന്നും മനസ്സിൽ നിന്ന് വരുന്ന ഒരു സംഗതി അല്ല താനും. അപ്പം അങ്ങനെയുള്ള കാലത്ത് മഹാപ്രതിഭയായ വൈക്കം മുഹമ്മദ് ബഷീറിനെ, അദ്ദേഹത്തെക്കുറിച്ച് കഥയും ഇതൊക്കെ പറയാൻ കുറേയൊക്കെ ഉണ്ട്. എൻ്റെ മനസ്സ് നിറയെ ഉണ്ടെങ്കിൽ അത് പറയാനുള്ളൊരു സമയം ഇതല്ല. അതുകൊണ്ട് ഞാൻ അതെല്ലാം തന്നെയല്ല, ഞാനത് പറയുന്നത് അധികപ്പറ്റാണെന്ന് എനിക്ക് തോന്നല്. ഇവിടെ ഇരിക്കുന്നവർ ആരും തന്നെ ബഷീറിൻ്റെ കൃതികൾ വായിക്കാത്തവരായിട്ട് ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു അധികപ്പറ്റായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് എനിക്ക് മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. പിന്നെ ചെറുപ്പം മുതലേ ചില കൃതികളൊക്കെ മനസ്സിൽ കയറിയാൽ അത് പിന്നെ ഇറങ്ങി പോവുകയില്ല. ഈ മതിലുകൾ എന്ന് പറയുന്നതിൽ ഒരു ഭാഗമുണ്ട്. അത് ആ ഭാഗം വായിക്കുമ്പോൾ എനിക്കിപ്പോഴും ഭയങ്കര വിങ്ങലാണ് മനസ്സിൽ. ബഷീർ പിന്നെ ജയിലിൽ കഴിയുന്ന കാലത്ത് പോലീസുകാർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഇദ്ദേഹം കഥകൾ എഴുതുന്നത് കൊണ്ട് തേയിലയും പഞ്ചസാരയൊക്കെ വാങ്ങിച്ചു കൊടുക്കും, ബീഡി വാങ്ങിച്ചു കൊടുക്കും, തീപ്പെട്ടി വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഒരു അനിയൻ ജയിലർ എന്ന് പറഞ്ഞൊരു അയാളവിടുത്തെ വാർഡനാണ്. അയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഇദ്ദേഹം കടുംചായ ഇട്ട് കൊടുക്കും ഈ ജയിലർക്ക്. അതിന് പോലീസുകാരൊക്കെ വന്നിരുന്ന് വർത്തമാനം കൊടുക്കും, അവർക്ക് പൂക്കളൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു വലിയ സൗഹൃദമാണ്. അപ്പം ചില രാത്രികളിൽ ഇയാൾ വന്നോ വിളിച്ചുണർത്തും ഈ ജയിലർ. അതായത് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന തടവ് പുള്ളിക്ക് രാത്രിയിൽ ഒരു കടുംചായ വേണമെന്നൊരു തോന്നലുണ്ടാവും ചിലർക്ക്. അപ്പോൾ ഈ ജയിലർ വന്നിങ്ങനെ പറയും, വിളിച്ചുണർത്തും. എന്നിട്ട് പറയും ഇന്ന ആളിന് കുറച്ച് ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഉടനെ ഇദ്ദേഹം ചായയൊക്കെ ഉണ്ടാക്കി ഈ ജയിലറുടെ കയ്യിൽ കൊടുത്തയച്ചിട്ട് പറഞ്ഞു വിടുന്ന ഒന്ന് രണ്ട് വാചകങ്ങളുണ്ട്. അതായത് പിന്നെ ധൈര്യമായിട്ടിരിക്കാൻ പറയണം, പിന്നെ ചിരിച്ചുകൊണ്ട് മരണത്തെ നേരിടണം. രണ്ട് തരത്തിൽ മരണത്തെ നേരിടാം. ഒന്നുകിൽ ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട്. ചിരിച്ചാലും കരഞ്ഞാലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചുകൊണ്ട് മരിച്ചൂടെ എന്ന് പറഞ്ഞയക്കും. എന്നിട്ട് ഈ ജയിലർ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം ഉറങ്ങാതെ ഇരിക്കും. എന്തിനാണ്? ആ 5 മണിക്ക് ഈ തൂക്കിക്കൊല നടക്കുന്ന സമയം വരെ ഇദ്ദേഹം ഉറങ്ങാതെ ഇരിക്കും. തൂക്കി കൊന്ന് 5 മണിയാകുമ്പോൾ തൂക്കി കൊന്നു കാണുമല്ലോ. അപ്പോൾ ഇദ്ദേഹം കിടക്കും. പിന്നെ ഒന്ന് മയങ്ങുമ്പോഴേക്കായിരിക്കും ആരെങ്കിലും വന്ന് വിളിച്ചുണർത്തുന്നത്, എന്താ അവിടെ ഇങ്ങനെ ഉറങ്ങുന്ന എണീക്കെന്നും പറഞ്ഞു. അപ്പോൾ അവർക്കറിയില്ലല്ലോ, അവസാനത്തെ വാദം ഇതാണ്, അവർക്കറിയില്ലല്ലോ ഞാൻ ഇത്ര നേരം മരണത്തിന് കൂട്ടിരിക്കുകയായിരുന്നു എന്ന്. അത് നമ്മളെ വല്ലാതെ പൊള്ളിക്കുന്ന ഒരു വാചകമാണ്. മരണത്തിന് ഓരോ തൂക്കിക്കൊല നടക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആ ഒരു എന്താ പറയേണ്ടത്, അതിന് മനുഷ്യ സ്നേഹം എന്നാണോ പറയേണ്ടത്, അതിന് വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏത് നോവൽ എടുത്താലും, ഈ കുഞ്ഞുവാത്തുമ്മ ഇന്റുപ്പാപ്പൊക്കെ നാരേണ്ടാന്ന് പറഞ്ഞ നോവലിലെ മിക്കവാറും വാചകങ്ങൾ എനിക്ക് ഹൃദിസ്ഥമാണ്. കാണാതെ എന്നെ കടിച്ചും പോലെ നീ വേറെ ആരെയും കടിച്ചല്ലേ, അതുപോലെ എൻ്റെ കരളിൽ വേദന, രണ്ട് കുരുവികൾ തങ്ങളിൽ വഴക്ക് കൂടുന്ന കാണുമ്പോഴത്തേക്കും അവൾ അത്രത്തോളം നിഷ്കളങ്കയാണ്. അവൾക്കൊന്നും അറിഞ്ഞുകൂടാ. അത് കുരുവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടി ഒന്ന് താഴെ വീണുപോയി. അപ്പോൾ കുഞ്ഞുവാത്തുമ്മ താഴേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് മറിഞ്ഞു വീണ് കൈയെല്ലാം പൊട്ടി ചോരയൊക്കെ വരുന്നു. എന്നിട്ടും അവൾ ആ കുരുവിയെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇത് ചത്തുപോയില്ലെങ്കിൽ കുറച്ച് വെള്ളം കൊടുത്താൽ ചിലപ്പോൾ ഇത് ജീവിക്കുമായിരിക്കും, പക്ഷെ വെള്ളമില്ല. അപ്പോൾ ഈ കയ്യിൽ നിന്ന് ഒലിച്ചു വരുന്ന ചോര അതിൻ്റെ വായിൽ ഇറ്റിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിക്കുകയാണ്, കെട്ടിയോൻ കുരുവി എന്തിനാ കെട്ടിയോള് കുരുവിയെ വഴക്കിടാൻ പോയതാ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പോഴത്തേക്ക് ഒരു അണ്ണാൻ മരത്തിലിരുന്ന് ശബ്ദിച്ചു. അതായത് പക്ഷികളുടെ കാര്യത്തിൽ മനുഷ്യർ ഇടപെടേണ്ട കാര്യമില്ല എന്ന് തോന്നിക്കും പോലെ ഒരു പക്ഷി എവിടുന്ന് ചലിച്ചു. ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ. അപ്പോൾ നിസാർ അഹമ്മദ് അവിടെ നിന്നത് കാണുന്നു. അവളെ നിസാർ അഹമ്മദിനെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ ഇറങ്ങി വരുന്നതും ഇനി അങ്ങനെ ഉള്ളോട്ട് കയറും, കർച്ചീഫ് കയറി ഇവരുടെ കൈയെല്ലാം മുറിവെല്ലാം വെച്ച് കെട്ടിക്കൊടുത്ത് പതുക്കെ പിടിച്ച് മോളി കയറ്റുന്നു. അപ്പോൾ ഉള്ള ചില പദങ്ങളാണ് നമ്മുടെ പിന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ പോയത്. ആ വാക്കുകൾ വായിച്ച ആളുകൾ അത്തരം പദങ്ങളുടെ ഒരു ബഹളമാണ് ഇപ്പോഴത്തെ നോവലുകളിലും കഥകളിലും ഒക്കെ. പക്ഷെ അന്ന് ബഷീർ അങ്ങനെ 1-2 പദങ്ങൾ ഉപയോഗിച്ചപ്പോൾ
അയ്യോ ഈ വാക്കുകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവർ വഴിതെറ്റിപ്പോകും എന്ന് അന്നത്തെ ആളുകൾ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുന്നത്, അതിന് അതരേഖകളൊന്നും ഇല്ലാത്ത മട്ടിൽ സാഹിത്യമായി കഴിഞ്ഞു. നേരത്തെ ഇവിടെ പറഞ്ഞു വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. കുഞ്ഞുവാത്തുമ്മ നിസാർ അഹമ്മദിനെ കാണുന്നുണ്ട്. അവർ ആ വീടുകൾ തങ്ങൾ പരിഷ്കൃതരായ വീടുകൾ തങ്ങളുടെ ഒരു സംഗമം കൂടെയാണ് ഈ നോവൽ. അവർ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, കാണുന്നു. അങ്ങനെ ആയിഷ വന്ന് ഇവിടെ അക്ഷരം പഠിപ്പിക്കുന്നു. ഒരു ദിവസം സ്ലേറ്റും, നിസാർ അഹമ്മദിൻ്റെ സഹോദരിയാണ് ആയിഷ. ഒരു സ്ലേറ്റും പെൻസിലും ഒക്കെ കൊണ്ടുവന്ന് എഴുതാൻ പറയുന്നു. അപ്പോൾ വായിൽ തുടങ്ങുന്ന ഒരു വാക്ക് പറയാൻ, വാക്ക് എഴുതുക. അപ്പോൾ ഇവള് പറയാണ് ബൈ എന്നാ പറയുന്നത്. ബായിൽ തുടങ്ങുന്ന വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ബൈ. അല്ല വഴി എന്നാണ്, ബായ് അല്ലാതെ. ഇനി വേറൊരു വാക്ക് പറ. അപ്പോൾ അവള് പറയാണ് ബൈ തനങ്ങ. അങ്ങനെയുള്ള കുഞ്ഞുവാത്തുമ്മയെ ക്രമേണ അക്ഷരം പഠിപ്പിക്കുകയും അക്ഷരാഭ്യാസം ചെയ്യിക്കുക. എന്നിട്ട് രാത്രിയിൽ അവൾ കിടന്ന് അവൾക്ക് പഠിക്കാഞ്ഞതിൻ്റെ ദുഃഖം അവൾക്ക് ഒരുപാട് അനുഭവപ്പെടുന്നു. രാത്രിയിലാവുമ്പോൾ ഇരുട്ടിലൂടെ അവൾ ഉമ്മയോട് ചോദിക്കുക, ഉമ്മ എന്നെ എന്താ എഴുതാൻ പഠിപ്പിക്കാൻ ഞാൻ. അപ്പം അയ്യോ അത് കാഫര്യങ്ങൾക്കുള്ളതാണ്, നമുക്ക് പഠിച്ചുകൂടാ, നമ്മളൊന്നും പഠിച്ചുകൂടാ. അപ്പോഴും അവരുടെ വിശ്വാസം അതാണ്. എന്തായാലും ആ കുറേ ഒരു മണിക്കൂറായി. ഇല്ല ഞാൻ നിർത്താൻ പോകും. അപ്പം എന്തായാലും പിന്നെ കുഞ്ഞുവാത്തുമ്മ അവസാനം അവർക്ക് ഒരു വിവാഹാലോചന, ആരോ ഒരാളവളെ കല്യാണം കഴിക്കാൻ പറ്റും. നേരത്തെ അവൾ വിചാരിച്ചിരുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് പ്ലാനുകളാണ്. ഇതുവരെ കാണാത്ത ഏതോ ഒരു ആൺപിറന്നവൻ തന്നെ കെട്ടാൻ വരും. അപ്പോൾ അയാൾ വന്ന് കെട്ടിക്കഴിയുമ്പോൾ വേണം എനിക്ക് ഉമ്മായെ പോലെ ബെറ്റ മുറുക്കാൻ, പിന്നെ ഹജ്ജിന് പോകാൻ. ഇങ്ങനെ ചില പ്ലാനുകളുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. സ്വത്തും പണവും എല്ലാം പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. അവസാനം അവളെ കെട്ടാൻ ആരുമില്ല. അങ്ങനെ വന്ന അവസാനം നിസാർ അഹമ്മദ് തന്നെ അവളെ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ പക്ഷെ അതിനു മുമ്പ് ഇവൾക്കങ്ങ് ഒരു കല്യാണാലോചന വന്നു. ആരോ ഒരാൾ കല്യാണം കഴിക്കാൻ പറ്റും. ഇവൾക്കങ്ങ് എന്നും സങ്കടവും വിഷമവും. അവർക്ക് വിശപ്പില്ല, അവർക്ക് ഉറക്കമില്ല. അപ്പോൾ ആര് ചോദിച്ചാലും അവർ ഇൻ്റെ കരളിൽ വേദന. അവർക്ക് പറയാൻ വയ്യ. അവിടെ മനസ്സിൽ നിസാർ അഹമ്മദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കയറി കൂടിയിട്ടുണ്ട്. അത് പുറത്തോട്ട് പറയാനും എൻ്റെ കരളിൽ വേദന. അപ്പോൾ എന്താണെന്ന് അറിയാൻ വയ്യ. എന്നിട്ട് ഒരു മന്ത്രവാദിയെ കൊണ്ടുവരുന്നു, ചൂരൽ കൊണ്ട് അടിക്കുന്നു. അപ്പോൾ ആ ചൂരലെല്ലാം വാങ്ങിച്ച് തീയിലിട്ടേച്ച് അവളിങ്ങനെ നോക്കുമ്പോൾ തീജ്വാലയുടെ അടുത്ത് നിസാർ അഹമ്മദ് നിൽക്കുന്നു. അവൾ അങ്ങോട്ട് ഓടി ചെന്നതാണോ നിസാർ അഹമ്മദ് അവളെ വന്ന് വാരിയെടുത്തതാണോ എന്നറിയില്ല എന്നാണ് ബഷീർ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവർക്ക് മരുന്നൊക്കെ കൊടുക്കുന്നു. അടുത്ത ദിവസം ആകുമ്പോൾ നിസാർ അഹമ്മദിൻ്റെ അച്ഛൻ വന്ന്, അദ്ദേഹം പ്രൊഫസറാണ്. അപ്പോൾ ഇരുട്ട് മൂടിയ ഒരു മുറിയിൽ ജനലും വാതിലും എല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു മുറിയിലാണ് ഇവിടെ കിടക്കുന്നത്. അയാൾ വന്നിട്ട് ആ ജനൽ എല്ലാം തുറക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ എല്ലാം അടച്ചിട്ടിരിക്കുന്നത്? കാറ്റും വെളിച്ചവും കയറട്ടെ ഇതിനകത്ത് എന്ന് പറഞ്ഞ ആളെല്ലാം തുറക്കുന്നു. അപ്പോൾ കാറ്റും വെളിച്ചവും കയറുകയാണ്. അപ്പോൾ അവർക്ക് തോന്നുകയാണ് വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. ഇതിലും വലിയൊരു പ്രയോഗം ഇനി എന്ത് പറയാനുണ്ട്? അതിനകത്തേക്ക് കയറി വന്ന വെളിച്ചത്തെ ഇതിൽ കൂടുതലൊന്നും പറയാം. ഒരുപാട് വെളിച്ചം വന്നെന്നോ നല്ലപോലെ വെളിച്ചം വന്നെന്നോ പറഞ്ഞാലൊന്നും ശരിയാവില്ല. ആ ഒരു പ്രയോഗം അത് ബഷീറിന് മാത്രം പറ്റുന്ന ഒരു എഴുത്താണ്. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. അവളുടെ മനസ്സിലെ അന്ധകാരം മാറ്റുന്ന വെളിച്ചമെന്നോ അവളുടെ അജ്ഞാനം മാറ്റുന്ന വെളിച്ചമെന്നോ എന്ത് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ, ഒരുപാട് കഥകളെ ഒക്കെ നമുക്ക് തന്ന, ഒരിക്കലും പിന്നെ മറന്നു പോകാത്ത അനശ്വരനായ ബഷീർ. കാലം ഇത്രയും കഴിഞ്ഞിട്ടും എമ്മുകുന്നം പറഞ്ഞിട്ടുണ്ട്, കാലവും നമ്മളും തമ്മിലുള്ളൊരു വിടവ് ബഷീറിൻ്റെ കാര്യത്തിൽ മാത്രമില്ല. ബഷീറിനെ പോലെ ബഷീർ മാത്രമേ ഉള്ളൂ. ഒരു ബഷീറേ നമുക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്മൃതിയാണ് എന്നെ കൊണ്ടൊക്കുന്ന വിധത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഇനി എന്തൊക്കെയോ എൻ്റെ മനസ്സിലുണ്ടാവുന്ന പൂർണ്ണമായിട്ട് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ പിന്നെ നമസ്കാരം.